എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മോഡലിലുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ കൂടുതലായിട്ടും മലയാളത്തിൽ തന്നെയായിരിക്കും വിശദീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം കുറേ പേർ മലയാളത്തിൽ കുറച്ചുകൂടി വിശദമാക്കണമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ക്ലാസ് റൂമിലുള്ളതുപോലെ നമ്മുടെ ഉദ്ദേശം ഇവിടെ ഇംഗ്ലീഷ് പഠിക്കലല്ല, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യ മാതൃകകൾ പരിചയപ്പെടലാണ്. അപ്പോൾ എല്ലാവർക്കും സഹായകമാകാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിലായിരിക്കും കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ 10 മാർക്കാണ്. അതിൽ ആദ്യത്തെ 5 മാർക്കിന് ഓരോ മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയുള്ള 5 ചോദ്യങ്ങളും പിന്നീട് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുമാണ് ഉണ്ടാകാറുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ ചോദിക്കുന്ന ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയുള്ളത് സ്റ്റോറിയെ അല്ലെങ്കിൽ പാസേജിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ചോദ്യ മാതൃകകളാണ്. ഒരിക്കലും ഇതേ ചോദ്യങ്ങൾ ചോദിക്കില്ല, പകരം വേറെ കഥ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനാണ് സാധ്യത. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? പാസേജ് നല്ല രീതിയിൽ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. Let's read the story. The Brave Little Squirrel. One afternoon, a little squirrel named Natty was gathering nuts near a big almond tree. Suddenly, he saw a baby bird fall from its nest on a high branch. The baby bird was chirping loudly and looked very scared. Natty knew he had to help. Even though the tree was very tall and the wind was blowing hard, Natty climbed up quickly. He stayed right next to the baby bird to protect it from the wind and chirped loudly until the mother bird returned. The mother bird was very happy and thanked Natty for his kindness. ഓക്കെ, അപ്പോൾ സ്റ്റോറി എല്ലാവരും വായിച്ചില്ലേ? എന്താണ് ആ സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങൾ? ആരൊക്കെയാണ് അതിലെ ക്യാരക്ടേഴ്സ്? എന്താണ് അതിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്? ആ കാര്യങ്ങളൊക്കെ, ന്യൂ വേർഡ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാകാറ്. ഓക്കെ, അപ്പോൾ ചോദ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ കഥയുടെ മൊത്തം അർത്ഥമൊന്നും മലയാളത്തിൽ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്യുന്നതിന് സഹായകമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ വിശദമാക്കാം. അപ്പോൾ സമയമെടുത്ത് വീണ്ടും ഈ കഥയൊന്ന് വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുന്നതെന്നും പരിശോധിക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ കഥ അവിടെ വെക്കുകയാണ്, വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രോബ്ലം ഡിഡ് നട്ടി ഫേസ് വൈൽ ക്ലൈംബിംഗ് ദ ട്രീ? സോ ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ദ ബേബി ബേർഡ്, ബട്ട് ദർ വാസ് സം ഇഷ്യൂസ്, ദർ വാസ് സം പ്രോബ്ലംസ്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നട്ടി ഈ മരത്തിൽ കയറി ആ പക്ഷിക്കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നത്, നേരിടേണ്ടി വന്നത്? അതാണ് ചോദ്യം. സോ read every statements and find out the right answer. Okay, the first one, the tree was too slippery to climb. B, it was dark and he could not see. C, the tree was tall and the wind was hard. D, he was too tired to help the bird. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറഞ്ഞത്? ദ ട്രീ വാസ് ടു സ്ലിപ്പറി. എന്താണ്? ആ മരം വളരെ വഴുക്കലുള്ളതായിരുന്നു, അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ ആ കഥയിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ് വൺ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് ഒഴിവാക്കാം, അവിടെ തെറ്റ് രേഖപ്പെടുത്താം. സെക്കൻഡ് വൺ,
ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ഹീ കുഡ് നോട്ട് സീ. ഇരുടായിരുന്നു, അവനൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല, തെറ്റിടാം. ദ ട്രീ വാസ് ടോൾ ആൻഡ് ദ വിൻഡ് വാസ് ഹാർഡ്. നിങ്ങൾ ആ സ്റ്റോറി നന്നായിട്ടൊന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്, വാട്ട് വാസ് ദ പ്രോബ്ലംസ്, വാട്ട് വർ ദ പ്രോബ്ലംസ്. ദ ട്രീ വാസ് ടോൾ, വളരെ ഉയരം കൂടിയ മരമായിരുന്നു. ഓൾസോ ദ വിൻഡ് വാസ് ഹാർഡ്, അവിടെ എന്തുണ്ടായിരുന്നു? ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉയരം കൂടിയ മരത്തിലേക്ക് അതിശക്തമായ കാറ്റ് വീശുമ്പോൾ ഈ നട്ടിക്ക് കയറി മുകളിലെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതല്ലേ ശരിയായിട്ടുള്ള ഒരു പ്രശ്നം? അതെ, ഹി വാസ് ടു ടയേർഡ് ടു ഹെൽപ്പ് ദ ബേർഡ്. അവൻ ആ പക്ഷിയെ രക്ഷിക്കാൻ എന്താണ്, വളരെ ക്ഷീണിതനായിരുന്നു ആ സമയത്ത്. അങ്ങനെ ക്ഷീണിതനായത് കൊണ്ടാണ് രക്ഷിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടത്. അതാണോ? അതുമല്ല. ഓപ്ഷൻ ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ജസ്റ്റ് ഒന്ന് ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. One afternoon, a little squirrel named Nutty was gathering nuts near a big almond tree. Suddenly he saw a baby bird fall from its nest on a high branch. The baby bird was chirping loudly and looked very scared. Nutty knew he had to help, even though the tree was tall and the wind was blowing hard. എന്താണ് ഇവിടെ കണ്ടത്? Even though the tree was very tall and the wind was blowing hard. ട്രീ വളരെ ഉയരം കൂടിയതും കാറ്റ് ശക്തമായി വീശുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലേ? യെസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് Nutty is a brave squirrel. Which reason is correct? So here is a statement. It says that Nutty is a brave squirrel. നട്ടി ഒരു ധീരനായ ധൈര്യശാലിയായ അണ്ണാനാണ്. സോ വിച്ച് റീസൺ ഈസ് കറക്റ്റ്? ആ ഒരു കാര്യത്തിൻ്റെ റീസൺ എന്നാൽ എന്താണ്? കാരണം താഴെ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് ഫസ്റ്റ് വൺ വായിച്ചു നോക്കാം. ബിക്കോസ് ഹീ ഈസ് വെരി സ്മോൾ ആൻഡ് ഫാസ്റ്റ്. അവൻ വളരെ ചെറുതാണ്, വേഗതയുണ്ട്. അങ്ങനെ ഒരു കാരണം കൊണ്ടാണോ അവനവിടെ ഒരു ബ്രേവ് സ്ക്വിറലായി മാറിയത്? അല്ല, അത് നമുക്ക് ഒഴിവാക്കാം. സെക്കൻഡ് വൺ, ബിക്കോസ് ഹീ സ്റ്റേഡ് കാം ആൻഡ് ഹെൽപ്ഡ് സമ്മൺ ഇൻ ഡേഞ്ചർ. ഹീ സ്റ്റേഡ് കാം ആൻഡ് ഹെൽപ്ഡ് സമ്മൺ ഇൻ ഡേഞ്ചർ. ഈ സ്റ്റേഡ് കാം ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? ദിൽനയുടെ പാഠത്തിൽ അല്ലേ? അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയപ്പോൾ ദിൽന സ്റ്റേഡ് കാം, അവൾ ശാന്തയായി നിന്നു. അല്ലാതെ പേടിച്ച് ഒന്നും ചെയ്യാതെ അവിടെ പേടിച്ച് പറിച്ച് നിന്നതാണോ? അല്ല, അവൾ ആ സന്ദർഭത്തിൽ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് അവൾ ചെയ്തു. അത്തരത്തിലൊരു എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യം അവൾ ചെയ്തു. അങ്ങനെ അമ്മയുടെ ജീവൻ അവൾ രക്ഷിച്ചു. അതുകൊണ്ടാണ് അവൾ ബ്രേവ് ആണെന്ന് പിന്നീട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവം? ഹി സ്റ്റേഡ് കാം ആൻഡ് ഹെൽപ്ഡ് സമ്മൺ ഇൻ ഡേഞ്ചർ. അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിച്ചു. ആ പക്ഷിക്കുഞ്ഞിനെ അവൻ രക്ഷിച്ചതല്ലേ? യെസ്, അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള കാരണം, റീസൺ. ഓക്കെ, ബാക്കിയുള്ളത് കൂടി നമുക്ക് വായിച്ചു നോക്കാം. ബിക്കോസ് ഹി ഹാസ് എ വെരി ലോങ് ബുഷി ടെയിൽ. അവൻ്റെ ആ ടെയിലിൻ്റെ പ്രത്യേകത കൊണ്ടാണോ, വാലിൻ്റെ പ്രത്യേകതയാണോ ലോങ് ആൻഡ് ബുഷി, അതുകൊണ്ടാണോ ബ്രേവ് ആവുന്നത്? നോ. ദ ഫൈനൽ വൺ, ബിക്കോസ് ഹി ലൈക്സ് ടു ഈറ്റ് നട്ട്സ് ഫ്രം ദ ആൽമണ്ട് ട്രീ. അവന് ആ ആൽമണ്ട് ട്രീയിൽ നിന്ന് നട്ട്സ് തിന്നാൻ ഇഷ്ടമായത് കൊണ്ടാണോ ബ്രേവ് ആകുന്നത്? നോ. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സ്റ്റോറി ദ വേർഡ് ക്വിക്ലി മീൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ന്യൂ വേർഡാണ്, നമ്മൾ പഠിച്ച വേർഡ് തന്നെയാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇൻ എ വെരി സ്ലോ വേ, വളരെ പതുക്കെയുള്ള രീതിയിൽ ആണോ? നോ. വിത്ത് ഗ്രേറ്റ് സ്പീഡ്, വളരെ വേഗത്തിൽ. ഇൻ എ നോയ്സി മാനർ, ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. വിത്തൗട്ട് എനി ഹെൽപ്പ്, ഒരു സഹായവുമില്ലാതെ. എന്താണ് ഈ ക്വിക്ലിയുടെ മീനിങ്? ഇതിലേതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ എളുപ്പത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും പാഠത്തിലൊക്കെ പഠിച്ചിട്ടുള്ള വാക്കാണ്. ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? വിത്ത് ഗ്രേറ്റ് സ്പീഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സെൻറ്റൻസ് Nutty was gathering nuts,
which word has the same meaning as gathering? So we need to find out the word which has the same meaning as gathering. ഇവിടെ gathering എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന ഒരു വാക്ക് നമ്മൾ താഴെ നിന്ന് സെലക്ട് ചെയ്യണം. അവിടെ വാക്ക് മാത്രമല്ല അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തായി. ചില സമയത്ത് ഈ വേർഡ്സ് മാത്രമായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക, ചില സമയത്ത് ഈ മീനിങ്സ് മാത്രമായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ രണ്ടും നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഗ്യാതറിങ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കാണ് നമ്മൾ താഴെ നിന്ന് കണ്ടെത്തേണ്ടത്. നെട്ടി വാസ് ഗ്യാതറിങ് നട്ട്സ്. നെട്ടി അവിടെ ഈ നട്ട്സൊക്കെ എന്തായിരുന്നു ചെയ്തത്? ഗ്യാതറിങ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഓരോന്നും നമുക്ക് വായിച്ച് നോക്കാം. ത്രോയിങ് എന്ന് വെച്ചാൽ എന്താണ്? എറിയുക. ടു സെൻഡ് സംതിങ് ത്രൂ ദ എയർ, വായുവിലൂടെ എന്തെങ്കിലും എറിയുക, അയക്കുക. ഓക്കെ. കളക്റ്റിംഗ് എന്താണ്? ശേഖരിക്കുക. ടു ബ്രിങ് തിങ്സ് ടുഗദർ ഇൻ വൺ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് എന്താണ്? കുറേ സാധനങ്ങൾ കൊണ്ടുവരും, എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുക. ഈറ്റിംഗ് കഴിക്കലാണ് അല്ലേ, ഭക്ഷണം കഴിക്കുകയാണ്. ടു പുട്ട് ഫുഡ് ഇൻ ടു ദ മൗത്ത് ആൻഡ് സ്വലോ ഇറ്റ്, വായിലേക്ക് ഇട്ടിട്ട് അത് ഇറക്കുക. ഓക്കെ. ഹൈഡിങ് ഒളിക്കുക. ടു പുട്ട് സംതിങ് വേർ ഇറ്റ് കനോട്ട് ബി സീൻ, ഒരു സാധനം കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വെക്കുക. ഓക്കെ അല്ലേ? സോ വിച്ച് വേർഡ് ഹാസ് ദ സെയിം മീനിങ് ആസ് ഗ്യാതറിങ്? ഏതാണ്? കളക്റ്റിംഗ് ആണല്ലേ. നെട്ടി വാസ് ഗ്യാതറിങ് നട്ട്സ്. നെട്ടി എന്ത് ചെയ്യുകയായിരുന്നു? ഈ നട്ട്സ് ശേഖരിക്കുകയായിരുന്നു. അതല്ലേ ഈ കളക്റ്റിംഗ് എന്ന് പറയുന്നത്. ടു ബ്രിങ് തിങ്സ് ടുഗദർ ഇൻ വൺ പ്ലേസ്, പല സ്ഥലത്ത് നിന്ന് ഈ നട്ട്സ് എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക്, അവൻ്റെ കൂടിൻ്റെ സ്ഥലത്തേക്ക് ശേഖരിച്ചു കൊണ്ടുവരികയായിരിക്കില്ലേ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, കളക്റ്റിംഗ് ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. 5th question. In the sentence Natty climbed up quickly, which word is the action word? So we need to find out the action word here. Okay, from which sentence? Natty climbed up quickly. ആക്ഷൻ വേർഡ് എന്നാൽ എന്താണ്? നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ, വേർബ്സ്. ഓക്കെ, സോ വിച്ച് വൺ ഈസ് ദ ആക്ഷൻ വേർഡ്? നെട്ടി ആണോ? നോ, നെട്ടി ഈസ് ദ നെയിമിംഗ് വേർഡ്. ക്ലൈംബ്ഡ്, അതെന്താണ് അതിൻ്റെ അർത്ഥം? ക്ലൈംബ്ഡ് കയറി എന്നാണ് അല്ലേ. അപ്പോൾ കയറുക എന്നുള്ളൊരു പ്രവർത്തനമല്ലേ, ഒരു മരത്തിൽ കയറുക എന്നുള്ളതൊരു പ്രവർത്തനമല്ലേ, പ്രവൃത്തിയല്ലേ? യെസ്. അപ്പോൾ ഏതാണ് ഇവിടെ ആക്ഷൻ വേർഡ്? ക്ലൈംബ്ഡ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആക്ഷൻ വേർഡ്. പിന്നെ ക്വിക്ലി എന്ന് വരുന്നുണ്ട്. ക്വിക്ലി എന്നാൽ എന്തായിരിക്കും? അവിടെ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡായിട്ടാണ് വരുന്നത്. ഓക്കെ, യെസ്. സോ എല്ലാം എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Netty stayed right next to the baby bird to protect it. What does protect mean? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? പ്രൊട്ടക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മീനിങ് എന്താണ് അല്ലേ? ആ സെൻറ്റൻസ് ഒന്നുകൂടി വായിച്ചു നോക്കാം. നെട്ടി സ്റ്റേഡ് റൈറ്റ് നെക്സ്റ്റ് ടു ദ ബേബി ബേർഡ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. നെട്ടി എന്ത് ചെയ്തു? ആ ബേബി ബേർഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. പ്രൊട്ടക്റ്റ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ടു ഹേർട്ട് സമ്മൺ, ഒരാളെ വേദനിപ്പിക്കൽ. ടു കീപ് സമ്മൺ സേഫ്, ഒരാളെ സുരക്ഷിതമായി നിൽക്കാൻ സഹായിക്കൽ അല്ലേ, ഒരാളെ സുരക്ഷിതമായി നിർത്തൽ. സി, ടു ലീവ് സമ്മൺ എലോൺ, ഒരാളെ ഒറ്റയ്ക്ക് ഇട്ടുപോകൽ. ടു പ്ലേ വിത്ത് സമ്മൺ, ഒരാളുടെ കൂടെ കളിക്കൽ. ഏതാണ്? പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കലാണല്ലേ പ്രൊട്ടക്റ്റ്. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി, ടു കീപ് സമ്മൺ സേഫ്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, ദ വിൻഡ് വാസ് ബ്ലോയിങ് ഹാർഡ്. ഇൻ ദിസ് സ്റ്റോറി ഹാർഡ് മീൻസ് എന്താണ് അവിടെ പറഞ്ഞത്? ദ വിൻഡ് വാസ് ബ്ലോയിങ് ഹാർഡ്. ആ ഒരു സെൻറ്റൻസിൽ കാറ്റിനെ പറ്റിയാണ് പറയുന്നത്. വിൻഡ് വാസ് ബ്ലോയിങ് ഹാർഡ്. അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ ഹാർഡ് എന്നതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഓരോന്നും നമുക്ക് വായിച്ചു നോക്കാം. സംതിങ് ദാറ്റ് ഈസ് നോട്ട് സോഫ്റ്റ്. സോഫ്റ്റ് അല്ലാത്തൊരു കാര്യം. സോഫ്റ്റ് അല്ലാത്തതിന് എന്ത് തന്നെയാണ് ഇംഗ്ലീഷ് പറയുക? ഹാർഡ് എന്ന് തന്നെയാണ് അല്ലേ. പക്ഷേ ഈ സ്റ്റോറിയിൽ അതാണോ ഹാർഡ്? വിൻഡ് വാസ് ബ്ലോയിങ് ഹാർഡ് എന്നുള്ള സ്ഥലത്ത് ഉദ്ദേശിച്ചത്? കാറ്റ് ഒട്ടും സോഫ്റ്റ് അല്ല, സോഫ്റ്റ്നെസ് ഇല്ല എന്നാണോ അവിടെ കൃത്യമായിട്ട് പറഞ്ഞത്? അല്ല. നമുക്ക് അടുത്തത് വായിച്ച് നോക്കാം. സംതിങ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിനെ ഹാർഡ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ.
യെസ്. അപ്പോൾ അതാണോ ഇവിടെ വന്ന ഹാർഡിൻ്റെ അർത്ഥം? അതുമല്ല. നെക്സ്റ്റ്, വിത്ത് എ ലോട്ട് ഓഫ് ഫോഴ്സ് ഓർ പവർ. അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? നല്ല ശക്തിയിൽ, ഒരുപാട് ശക്തിയിൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ കാറ്റിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. വിൻഡ് വാസ് ബ്ലോയിങ് ഹാർഡ്. കാറ്റ് എങ്ങനെയാണ് വീശുന്നത്? അടിച്ച് വീശുകയാണല്ലേ, വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ്. അപ്പോൾ ഇവിടെ ഈ ശക്തിയെ പറ്റിയല്ലേ ഇവിടെ ഹാർഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലാതെ സോഫ്റ്റ്നെസ്സിനെ പറ്റിയാണോ, അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണോ? അതുമല്ലെങ്കിൽ എന്താണ്, മൂവിങ് ഇൻ എ വെരി സ്ലോ വേ, ഒരു പതുക്കെ പോകുന്നു എന്നുള്ള രീതിയിലാണോ? അതൊന്നുമല്ല. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി, വിത്ത് എ ലോട്ട് ഓഫ് പവർ, അല്ലെങ്കിൽ എന്താണ്, വിത്ത് എ ലോട്ട് ഓഫ് ഫോഴ്സ് ഓർ പവർ, വളരെ ശക്തിയായിട്ട്. യെസ്, അതാണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് സ്കെയർഡ്? യെസ്, ആൻറ്റോണിം. ആൻറ്റോണിം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആൻറ്റോണിം? ദ ഓപ്പോസിറ്റ് വേർഡ്, റൈറ്റ്? നമ്മൾ വിപരീത പദം എന്ന് മലയാളത്തിൽ പഠിക്കാറില്ലേ, അതാണ് ആൻറ്റോണിം. സമാനാർത്ഥമുള്ള പദത്തിന് എന്താണ് പറയുക? പര്യായ പദത്തിന് സിനോണിം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ, ആൻറ്റോണിമും സിനോണിമും നമ്മൾ പഠിച്ചു വെക്കണം. ആൻറ്റോണിം എന്നാൽ എതിർപദമാണ്, സിനോണിം എന്നാൽ എന്താണ്? സമാനാർത്ഥ പദം, പര്യായ പദമാണ്. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ഹിയർ ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് സ്കെയർഡ്. സ്കെയർഡ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്കെയർഡ്? പേടിച്ച് നിൽക്കലാണ് അല്ലേ സ്കെയർഡ് എന്നാൽ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻറ്റോണിം ഓഫ് സ്കെയർഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അഫ്രൈഡ്, അതും പേടി തന്നെയാണ് അല്ലേ, അപ്പോൾ അതല്ല. ബ്രേവ്, ധൈര്യമാണ്. അപ്പോൾ ഈ പേടിയും ധൈര്യവും ഓപ്പോസിറ്റായിട്ട് വന്നുകൂടെ? യെസ്, അപ്പോൾ ബ്രേവ് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. സി, സാഡ്, സങ്കടമാണ്, അത് പറ്റില്ല. ആംഗ്രി, ദേഷ്യമാണ്, അതും പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ബ്രേവ് ആണ് ശരി ഉത്തരം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ ദ വേർഡ് ക്വിക്ക്ലി. യെസ്, ഇതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ആൻറ്റോണിം അവിടെ പറഞ്ഞു. ഇനി സിനോണിം. സിനോണിം എന്നാൽ എന്താണ്? സമാനാർത്ഥ പദം, പര്യായ പദത്തിനെയാണ് അല്ലേ. സോ നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഏത് വാക്കിൻ്റെ സിനോണിമാണ്? ക്വിക്ക്ലി. ക്വിക്ക്ലി എന്നാൽ എന്താണ്? വേഗത്തിലാണ് അല്ലേ. യെസ്. സോ ഫസ്റ്റ് വൺ, ഫാസ്റ്റ്, ദെൻ സ്ലോ, ദെൻ ഹെവി, ദെൻ ക്വയറ്റ്. സോ വിച്ച് വൺ ഈസ് ദ സിനോണിം ഓഫ് ക്വിക്ക്ലി? ആ വേഗത്തിൽ നിന്നുള്ള അർത്ഥം വരുന്ന വാക്ക് വേറെ ഏതാണ് ഇതിലുള്ളത്? ഫാസ്റ്റ് ആണ് അല്ലേ. യെസ്, അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബി ആണെങ്കിലോ? ബി ആൻറ്റോണിമാണ്. ക്വിക്ക്ലിയുടെ ആൻറ്റോണിമാണ് സ്ലോ, സ്ലോലി. യെസ്, ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരം. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം പരിശോധിക്കാം. ചൂസ് ദ കറക്റ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കാൻ പറ്റിയ കറക്റ്റ് വാക്ക് നമ്മൾ കണ്ടെത്തണം. യെസ്റ്റർഡേ നട്ടി ഡാഷ് ദ ടോൾ ആൽമണ്ട് ട്രീ ടു ഹെൽപ്പ് ദ ബേർഡ്. ഇന്നലെ നട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോ ചെയ്തിട്ടുണ്ട് ആ ടോൾ ആൽമണ്ട് ട്രീയിൽ. എന്തിനു വേണ്ടി? ടു ഹെൽപ്പ് ദ ബേർഡ്, ആ പക്ഷിയെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ? ക്ലൈംബ്, ക്ലൈംബ്സ്, ക്ലൈംബ്ഡ്, ക്ലൈംബിങ്. അപ്പോൾ എല്ലാം ക്ലൈംബുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ, മരം കയറുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. കാരണം എന്താ? പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ കാരണം യെസ്റ്റർഡേ ആണ്, ഇന്നലെ. ഇന്നലെ ആയപ്പോൾ നട്ടി ആ മരത്തിലേക്ക് കയറി എന്നുള്ള രീതിയിലല്ലേ വരേണ്ടത്. ക്ലൈംബ് എന്നാൽ കയറുകയാണ് അല്ലേ, ക്ലൈംബും ക്ലൈംസും ഒക്കെ. ക്ലൈംബിങ് എന്നാലോ? അപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യമാകുമ്പോഴാണ് നമ്മൾ ING ഫോം ചേർക്കേണ്ടത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ക്ലൈംബ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? കഴിഞ്ഞ കാലത്തിൽ നമുക്ക് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? ക്ലൈംബ്ഡ്, കയറി. യെസ്റ്റർഡേ നട്ടി ക്ലൈംബ്ഡ് ദ ടോൾ ആൽമണ്ട് ട്രീ ടു ഹെൽപ്പ് ദ ബേർഡ്. അതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നട്ടീസ് ആക്ഷൻസ്. നട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1, നട്ടി ക്ലൈംബ്ഡ് ദ ട്രീ ക്വിക്ക്ലി ഡിസ്പൈറ്റ് ദ ഹാർഡ് വിൻഡ്. സ്റ്റേറ്റ്മെൻറ്റ് 2, നട്ടി സ്റ്റേഡ് നെക്സ്റ്റ് ടു ദ ബേർഡ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്.
So there are two statements given. You have to decide whether they are true or false. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്, നല്ല രീതിയിൽ വായിക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണ് ശരി? 2ഉം ശരിയാണോ, 1 മാത്രമാണോ ശരി, 2 മാത്രമാണോ ശരി, അല്ലെങ്കിൽ 2ഉം തെറ്റാണോ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾ ശരി ഉത്തരം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. കൂടാതെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.